ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം പറഞ്ഞുകൊണ്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച്. അതെന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, ഞങ്ങളിപ്പോൾ 6ാം ക്ലാസ്സിൽ വെല്ലുവിളി പരീക്ഷ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീടുകളിൽ പോയിട്ട് പിന്നെ 7ലോട്ട് ജയിച്ചല്ലോ. 7ലോട്ട് ജയിച്ചു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനും വന്നു. ഞാൻ വന്നപ്പോഴത്തേക്കിന് എനിക്ക് മുമ്പേ വന്ന എൻ്റെ കൂട്ടുകാരികളെല്ലാം താഴെ എന്നെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിക്കും. ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ബാഗൊക്കെ മേടിച്ചിട്ട് എന്നോട് പറഞ്ഞ്, എടീ നിനക്കറിയാമോ, ഇനിയുണ്ടല്ലോ നമ്മൾ കലൂർ സ്കൂളിലല്ല പഠിക്കുന്നത്, വേറൊരു സ്കൂളിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെവിടാ? അപ്പോൾ പറഞ്ഞാൽ അത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ, പച്ചാളം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇനിയും അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് പുതിയ യൂണിഫോമും ബാഗും പിന്നെ ടിഫിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കലൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ടിഫിനൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ ഇവിടെ വന്ന് അല്ല കഴിച്ചിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ടിഫിനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ അങ്ങ് ഭയങ്കര സന്തോഷമായി. എനിക്കും കാണാൻ ഭയങ്കര ഉത്സാഹമായി. ഞങ്ങളുടെ ടിഫിൻ എങ്ങനെ ആയിരിക്കും, ഞങ്ങളുടെ ബാഗ് എങ്ങനെ ആയിരിക്കും. ഇപ്പോൾ സ്റ്റെപ്പ് കയറി 3ാം നിലയിലോട്ട് പോകുന്ന വഴിക്ക് ഇവളുമാരെന്നോട് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ. അപ്പോൾ ഞാനാണെങ്കിൽ അന്ന് ഞാൻ 3ാമത്തെ നിലയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ ഞങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലായിട്ടുണ്ടല്ലോ കുറേ. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ 10 പിള്ളേരാണല്ലോ, ഒരു വാർഡിന് 10 പിള്ളേർ. അപ്പോൾ അവിടെ ആണെങ്കിൽ 10 ബാഗുകളും പിന്നെ പല പല കളറിലുള്ള ഒരേ കളറിലുള്ള ബാഗ് കേട്ടോ, സീബ്ര കളറിലുള്ള 10 ബാഗ്, 10 ടിഫിൻ ബോക്സ്. പിന്നെ ഞങ്ങളുടെ എല്ലാം യൂണിഫോം മാറി. ഞങ്ങൾ പിന്നെ കലൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് വൈറ്റ് കളറിലെ ഷർട്ടും നീല കളറിലെ പാവാടയായിരുന്നല്ലോ. അപ്പോൾ ഈ പുതിയ പച്ചാളം സ്കൂളിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേവി ബ്ലൂവിൻ്റെ പാവാടയും ക്രീം കളറിലെ ഷർട്ടുമാണ്. അപ്പോൾ പുതിയ യൂണിഫോമൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര സന്തോഷമായി. ഇനി പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന സ്കൂൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഭയങ്കര ഓരോരോ ആകാംക്ഷകളുണ്ടല്ലോ. ആകാംക്ഷയുണ്ട്, ഞങ്ങൾക്ക് ഉത്സാഹമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. മനസ്സിൽ പല പല ഇതാണ് കടന്നു പോകുന്നത്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട സമയം എത്തി. സ്കൂളിൽ പോകാറായപ്പോഴത്തേക്കിന് ഞങ്ങളുടെ വാർഡൻ വന്ന് പറഞ്ഞ്, കുട്ടികളെല്ലാവരും താഴെ ഒരു ഡൈനിങ് ടേബിൾ സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുണ്ട്, എല്ലാവരുടെയും ടിഫിൻ അതിൻ്റെ മുകളിൽ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ബെല്ലടിച്ചപ്പോൾ ഞങ്ങളെല്ലാം അവനവൻ്റെ ടിഫിൻ ബോക്സ് കൊണ്ട് പ്രത്യേകം വെച്ചിരിക്കുന്ന ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് എല്ലാവരും വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ പിന്നെ ഉള്ള ആകാംക്ഷ സ്കൂളിൽ എങ്ങനെ പോകുമെന്നുള്ളതാണ്. അപ്പോൾ ആ സ്ഥാപനം നടത്തുന്നവർക്കുണ്ടല്ലോ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതുണ്ട്, സ്കൂൾ ബസ്സുണ്ട്. അപ്പോൾ ആ സ്കൂൾ ബസ്സിൽ ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സ്കൂൾ ബസ് വന്ന് ഞങ്ങളെല്ലാവരും പിള്ളേരെല്ലാം അതിൽ കയറി. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ ഞങ്ങൾക്കുള്ള ടിഫിനെല്ലാം റെഡിയാക്കി ഈ വട്ടപാത്രത്തിൻ്റെ അടപ്പ് അതിൻ്റെ പുറത്ത് ചുമ്മാ അതിങ്ങനെ ചാരി വെച്ചിരിക്കും. ഞങ്ങൾ പിന്നെ അത് മുറുക്കി അടച്ച് ഞങ്ങളുടെ ബാഗിലാക്കി ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകും. അപ്പോൾ അന്നൊരു ജൂൺ മാസമൊക്കെ അല്ലേ, അപ്പോൾ നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ മഴയായതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി വരാന്ത വരെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വരാന്തയിൽ അങ്ങോട്ട് ഡോറിലോട്ട് ചാടി കയറിയാൽ മതി. ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങളുടെ ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇതൊക്കെ അടിച്ച് നല്ല ഇതായിട്ട് മഴയൊന്നും നനയണ്ട. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ നല്ല വലിയൊരു കോമ്പൗണ്ടിനകത്താണെങ്കിൽ ഒത്തിരി സ്കൂൾ കെട്ടിടങ്ങളെ. പച്ചാളം LMCC HSD കോൺവെൻറ്റ് സ്കൂളാണ്, കന്യാസ്ത്രീകളുടെ സ്കൂളാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കന്യാസ്ത്രീകളെയൊക്കെ കാണുന്നതും പിന്നെ അങ്ങനെയുള്ള സ്കൂളിലൊക്കെ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഞങ്ങൾക്കതൊരു പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ. അതേപോലെ ഞങ്ങൾക്ക് പുതിയതെന്ന് പറഞ്ഞ പോലെ അവിടുത്തെ കന്യാസ്ത്രീകൾക്കും ടീച്ചർമാർക്കും മറ്റുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ഞങ്ങളെ കണ്ടത് അവർക്കൊരു പുതിയൊരു അനുഭവം. അവർ നോക്കുമ്പോൾ എല്ലാം ഒരേ രീതിയിൽ, കാരണം ഞങ്ങൾ പെന്തിക്കോസ്തായതുകൊണ്ട് ഞങ്ങൾക്ക് ആഭരണമൊന്നുമില്ലല്ലോ, കമ്മലും മാലയോ പൊട്ടോ വളയോ ഒന്നുമില്ലല്ലോ. എല്ലാം ആകെപ്പാടെ യൂണിഫോം മാത്രം ഇട്ടിട്ടുണ്ട്, ബാഗുണ്ട്. അപ്പോൾ ഈ ഒരേ രീതിയിൽ ആഭരണമൊന്നും ഇല്ലാത്ത പിള്ളേരെ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ അവിടുത്തെ സ്കൂളിലെ
ടീച്ചർമാർക്കും കുട്ടികൾക്കൊക്കെ ആകാംക്ഷയായി, ഇവരുടെ കാതിലും കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന്. അല്ലെങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ ആഭരണം അധികം ഇടാൻ പാടില്ല, എന്നാലും ഞങ്ങളുടെ ഒന്നും കാതിലൊരു കമ്മൽ പോലും ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ഞങ്ങളെ നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു ഏലിയൻസിനെ നോക്കുന്ന രീതിയിലായിരുന്നു അവർ ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഇങ്ങനെ ഞങ്ങൾ ചെന്ന ഉടനെ ആദ്യത്തെ അസംബ്ലിയിൽ, അന്ന് അസംബ്ലി ഞങ്ങൾക്ക് ക്ലാസ് റൂമിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ്സും ഒരു കന്യാസ്ത്രീ അവരിങ്ങനെ മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പുതിയൊരു സ്ഥലത്തുനിന്ന് കുട്ടികൾ വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അവരോട് നല്ലതായിട്ട് ഇടപെടണം, അതായത് എന്നൊക്കെ ഇങ്ങനെ അസംബ്ലിയിൽ ഇങ്ങനെ പറയുമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞേ. അത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ക്ലാസ് മുറിയിൽ ടീച്ചർമാരും കന്യാസ്ത്രീകളൊക്കെ വരുമ്പോൾ ഇവർക്കെല്ലാവർക്കും ഉണ്ടല്ലോ ഞങ്ങളുടെ ജീവിത രീതികൾ അറിയാനായിട്ടുള്ള ഉത്സാഹമാണ്. ഞങ്ങളോട് ഓരോരോ ക്ലാസ്സുകളിൽ ഇച്ചിരി ഇച്ചിരി ഇതായിട്ടുള്ള പിള്ളേർ കാണുമല്ലോ, അങ്ങനെയുള്ള കുട്ടികളെ എഴുന്നേൽപ്പിച്ചെടുത്ത് എൻ്റെ ക്ലാസ്സിൽ എന്നോടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ടീച്ചർമാർ പിന്നെ കന്യാസ്ത്രീകളൊക്കെ വരുമ്പോൾ എന്നോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ അവിടുത്തെ ജീവിത രീതി എങ്ങനെയാണ്, നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കും, നിങ്ങളുടെ ആഹാരം എന്തുവാ, നിങ്ങൾ എങ്ങനെ, എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെ ചോദിച്ചറിയാൻ ഇവർക്ക് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. ഞാനാണെങ്കിൽ പറഞ്ഞു അടുത്ത് ഓരോ ടീച്ചർമാർ വരുമ്പോഴും ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പോൾ ടീച്ചർമാർക്കൊക്കെ ഞങ്ങളോട് പറയാം, നിങ്ങൾക്ക് എന്ത് നല്ല ഫെസിലിറ്റീസാണ് അവിടെ, നിങ്ങൾ അനാശാല പഠിക്കുന്ന കുട്ടികളാണെന്ന് പറയുമോ, നിങ്ങളെ കണ്ടാലും ആയാലും നിങ്ങളുടെ ജീവിത രീതി വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളെക്കാളും നിങ്ങൾക്ക് എല്ലാം കൊണ്ട് നല്ല ഇതല്ലേ, നിങ്ങൾ എത്ര ഇതായിട്ട് അവിടെ ജീവിക്കുന്നത് എന്നൊക്കെ ഞങ്ങളോട് പറയാം. അപ്പോൾ ഞങ്ങൾ മനസ്സിലോർക്കുമോ, ഞങ്ങൾക്കറിയാം അവിടെ താമസിക്കുന്നത് വേറൊന്നുമല്ല, പുറം ലോകമായിട്ട് യാതൊരു ടച്ചില്ലല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളല്ല, അല്ലാതെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പുറത്തുള്ള ആൾക്കാരെ കാണാനോ മിണ്ടാനോ അല്ലെങ്കിൽ കടകളിൽ പോകാനോ നമുക്ക് ഒന്നിനും യാതൊരു ഇതുമില്ല. 365 ദിവസം അതിനകത്ത് സ്കൂള്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം, അങ്ങനെ കഴിയുന്നത് കൊണ്ടുള്ള ഒരിത് ഞങ്ങൾക്കും ഉണ്ട്. അങ്ങനെ അപ്പോഴത്തേക്കിനുണ്ടല്ലോ ഒരു ദിവസം അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ ഞങ്ങളുടെ ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ, വട്ടപാത്രം ഉണ്ടല്ലോ, വലിയ നല്ല പൊക്കവും അതേപോലെ വീതിയുണ്ട് പൊക്കമുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു 1/2 കിലോ ചോറ് കൊള്ളുന്ന ഒരു വട്ടപാത്രം കേട്ടോ. ഇതിനകത്ത് ഞങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കുത്തിരി ചോറില്ലേ, അവിടെ ഞങ്ങൾക്ക് അത്താഴമായാലും ഉച്ചയ്ക്കായാലും കലൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ വെള്ളരിച്ചോറായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ പച്ചാളത്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് കുത്തിരി ചോറാണ് തന്നു വിട്ടുകൊണ്ടിരുന്നത്. ഒരു ടിഫിനകത്ത് നിറച്ച് കുത്തിരിയുടെ ചോറ് കുത്തി അമുക്കി അതിൻ്റെ കൂടെ ഒരു 100,000 കറിയും കാണും, ഒരു 3 കറിയെങ്കിലും കാണും. എന്നിട്ടെല്ലാം കുത്തി അമുക്കി തന്നു വിട്ടു ആദ്യത്തെ ദിവസം. ഞങ്ങൾക്കാണെങ്കിൽ കഴിക്കാനും പറ്റുകയില്ല ഇത്ര. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മിക്കവാറും പറയും, ചേച്ചി ഞങ്ങൾക്ക് ഇത്രയും ചോറ് തരരുത്, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഇത് വേസ്റ്റായി പോകുമോ, ഞങ്ങൾക്ക് ഇത്ര. ഇവരെന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. ഇവർ 1/2 കിലോ അരി കൊള്ളുന്ന വട്ടപാത്രം നിറച്ച് ചോറും കറിയും കുത്തി നമുക്ക് ഞങ്ങൾക്ക് തരുവേ. എന്നിട്ട് ഞങ്ങളെല്ലാം അതുകൊണ്ടങ്ങ് കളയുകയല്ലേ ചെയ്യുന്നത്, കഴിക്കാൻ പറ്റുമോ. എന്നിട്ട് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ച കഴിയുമ്പോഴുണ്ടല്ലോ ഞങ്ങളിരുന്ന് ഉറക്കുന്നൊന്നുമില്ല പരിപാടി. ഇപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ ഈ പരിസരമൊക്കെ നോക്കുന്ന കന്യാസ്ത്രീ ഉണ്ടോ സ്കൂളിൻ്റെ അവിടെ ഇവിടെയൊക്കെ, കന്യാസ്ത്രീമാരങ്ങനെയാണല്ലോ, അവർ പരിസരമെല്ലാം നോക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ പാത്രം കഴുകുന്ന ആ ഏരിയയിൽ ചെന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ ഇഷ്ടം പോലെ ചോറും കറികളും അവിടെ എല്ലാം കിടക്കുവാണ്. എന്നിട്ട് കന്യാസ്ത്രീ ആണെങ്കിൽ ഒരു 3-4 എപ്പോൾ നോക്കിയാലും ഇതേ ചോറും കറികളും ഇങ്ങനെ കിടക്കുന്ന കാണാം. അപ്പോൾ ഇവർ വന്ന് പറഞ്ഞ് അവിടുന്ന്, അപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞു അവിടുന്ന് വരുന്ന പിള്ളേരുടെ ചോറ് അതേ നോക്കിക്കോ, ഒരേ രീതിയിലുള്ള അരി ഒരേ രീതിയിലുള്ള കറികൾ ഇവരാ കളയുന്നത്, ഇവർക്ക് എന്തിനാണ് ഇത്രയും ചോറ് കൊടുത്തു വിടുന്നത്, ഉള്ള പ്രോട്ടീനും വിറ്റാമിനും എല്ലാം കൂടെ അടിച്ച് പെരുക്കിയിട്ട് ഇവന്മാർ ഉച്ച കഴിഞ്ഞിരുന്ന് അങ്ങ് ഉറക്കുന്നൊന്നുമില്ല. സത്യമാണ്, ഞങ്ങൾ ഉച്ച കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നാമതേ അവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വരുന്നത്. വണ്ടിയെ കയറി ഇവിടെ വന്ന് ഇറങ്ങും, ക്ലാസ് റൂമിൽ പോകും, പിന്നെ ഉച്ചയ്ക്ക് അതേപോലെ കഴിക്കും, പിന്നെ അവിടെ ഇരിക്കുമല്ലേ. അങ്ങനെ ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ഉറക്കം വരും. അപ്പോൾ ഉറക്കം തൂങ്ങലോ ഉച്ച കഴിഞ്ഞ്. അപ്പോഴത്തേക്കിന് കന്യാസ്ത്രീ എന്നിട്ട് ഒരു ദിവസം പറയുകയാണ്, ഞങ്ങളുടെ ഈ ഹെഡ് മിസ്ട്രസ് ഇല്ലേ, അവർക്കാണെങ്കിലുണ്ടല്ലോ ഞങ്ങളെ കാണുന്ന ദേഷ്യമാണ്. ഞങ്ങളെ കാണുന്ന അവർക്ക് ചേർത്താനും കുരിശ് കാണുന്ന പോലെ. എന്നാണെന്നറിയാമോ, പെന്തിക്കോസ്തുകാരായതുകൊണ്ട് അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അല്ലാതെ വേറെ ഞങ്ങളോട്
ദേഷ്യമൊന്നുമില്ല കേട്ടോ. പെന്തിക്കോസുകാരായതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ദേഷ്യം. വേറെ അവിടുന്ന് കുറേ എണ്ണങ്ങൾ ഞങ്ങളെ പറഞ്ഞാണ്, അവിടുന്ന് കുറേ എണ്ണങ്ങൾ വരുന്നുണ്ട്. ഇവളുമാരൊക്കെ പഠിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് അല്ല പഠിക്കാനെന്നല്ല പറയുന്നത്, പാച്ചാനെന്ന് പറയുന്നത്. ഇവളുമാരൊക്കെ പാച്ചാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും. കുറേ പൊത്തൊക്കെ കെട്ടുന്നുണ്ട്. ഒരണ്ടാവ് പോലത്തെ വലിയ പാത്രത്തിനകത്ത് നിറച്ചും ചോറും കുത്തി നമുക്ക് വെച്ചിട്ട് ഉച്ച കഴിഞ്ഞ് തീറ്റയും കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ക്ലാസ് റൂമിൽ കിടന്ന് ഉറക്കവേ ഇറക്കുക. ഇവളുമാരൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വിടുന്നത്? ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് കളയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. ഏതെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങൾ തോറ്റിട്ടുണ്ട്, നിങ്ങളെല്ലാം ഞങ്ങൾ തോൽപ്പിച്ചിടും. പിന്നെ നിങ്ങൾക്ക് ഈ സ്കൂൾ മാറേണ്ടതായിട്ട് ഇവർക്ക് ഇഷ്ടമേ അല്ല ഞങ്ങളെ ആ സ്കൂളിൽ പഠിക്കുന്നത്. അതിന് ഇവർ ഞങ്ങളെ അതും ഇതുമെല്ലാം അങ്ങ് പറയുമായിരുന്നു. പക്ഷെങ്കിൽ ഇവർക്കും എന്തെങ്കിലും അവർക്ക് പ്രോഫിറ്റ് കാണുമായിരിക്കും. അതുകൊണ്ടല്ല 300 പിള്ളേരെ അവർ അവരുടെ സ്കൂളിൽ വെച്ചത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാണും. പക്ഷേങ്കിൽ ഞങ്ങളുടെ കേക്കിൽ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നേ. ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്ന സാറ്, ആൻറ്റിഗ്രീറ്റിൻ്റെ ആ സ്ഥാപനമെങ്കിലും സാറ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാം സോൾവ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ സ്റ്റെപ്പിൽ കൂടി ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയപ്പോൾ സാറ് ഇങ്ങനെ കയറി പോകുന്നു മുകളിലോട്ട്. അപ്പോൾ സാറ് ഞങ്ങളോട് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കുറേ പേര്, അപ്പോൾ ഞങ്ങൾ കുറേ ഗ്യാങ് കാണും കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അവിടെ സ്റ്റെപ്പേൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സാറ് വരുന്നത് നോക്കി നിൽക്കും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാറ് സ്റ്റെപ്പിൻ്റെ അവിടെ എത്തുന്ന ആ സമയം നോക്കി ഞങ്ങൾ ആ ഓൺ ദ സ്പോട്ടിൽ അവിടെ കാണും. അപ്പോൾ ഞങ്ങൾക്കറിയാം സാറ് ഞങ്ങളോട് ചോദിക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന്. ഞങ്ങൾ പറഞ്ഞ സാറ് സ്കൂളിലാണെങ്കിലുണ്ടല്ലോ ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് ഇങ്ങനെ മൈക്കിൽ കൂടെ പറഞ്ഞ് ഞങ്ങൾ അണ്ടാവ് പോലത്തെ പാത്രത്തിലാണ് ചോറ് കൊണ്ടിരുന്നത്, എന്നിട്ട് ഇവിളുമാരെല്ലാം ഇരുന്ന് ഉറക്കം തൂങ്ങല പരിപാടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് സാർ പ്ലീസ് ഞങ്ങൾക്ക് ഈ വട്ടപാത്രം മാറ്റിയിട്ട് ഞങ്ങൾക്ക് കുഞ്ഞു പാത്രമാക്കി തരുമെന്ന് ഞങ്ങൾ ചോദിച്ചേ. അപ്പം സാറ് പറഞ്ഞു അതിനിപ്പോൾ എന്താ ആക്കാമല്ലോ, നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ ആക്കാമല്ലോ എന്ന് പറഞ്ഞ്. എന്നിട്ട് പിന്നെ സാറങ്ങ് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നു അന്ന് തന്നെ പുള്ളി ഓർഡർ കൊടുത്താന്ന് തോന്നുന്നു. ഒരാഴ്ച പോലും ആയില്ല. അതിന് മുമ്പേ ഞങ്ങളുടെ ടിഫിനെല്ലാം മാറ്റി കുഞ്ഞ് ടിഫിനാക്കി. അതായത് നമുക്ക് ഉച്ചക്കത്തെ വിശപ്പടക്കാം, അത്ര ചെറിയൊരു പാത്രം ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്കി. ടിഫിൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ചെറിയ ടിഫിനാണല്ലോ. കൂടുതലും ഹൈസ്കൂളിൽ 8, 9, 10 പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, ഈ അണ്ടാവ് പോലത്തെ പാത്രം സ്കൂളിൽ ചെന്ന് തുറക്കത്തേ ഇല്ല. ഇവളും ടിഫിൻ ബോക്സ് ചോറ് തന്നെ ഇവിടുന്ന് കഴിക്കത്തേ ഇല്ല, അങ്ങനെ തന്നെ വെക്കുമായിരുന്നേ. അപ്പോൾ അതിൽ നിന്നൊരു മുക്തിയായില്ലേ ഞങ്ങൾക്ക്. അപ്പം ചെറിയ ഇതുമായി. പിന്നെ അതേപോലെ തന്നെ ബാഗ്, ഞങ്ങളുടെ ബാഗ് എല്ലാവർക്കും ഒരേ കളറിലുള്ള ബാഗ്, സീബ്ര വരെയുള്ള പച്ചയും പിന്നെ വേറെന്തോ ഒരു വരയുള്ള സീബ്ര വര പോലത്തെ ബാഗായിരുന്നു. അപ്പോൾ ഞങ്ങളെ മറ്റുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഞങ്ങളെ കളിയാക്കുമായിരുന്നു. നിങ്ങളുടെ ബാഗ് തന്നെ ഒരേ രീതിയിലിരിക്കുന്ന മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴുണ്ടല്ലോ, അതും ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു സാറ് ഞങ്ങളെ സ്കൂളിലെ പിള്ളേരൊക്കെ കളിയാക്കുക, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ബാഗ് മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക, ഞങ്ങൾക്ക് ഈ ബാഗ് മാറ്റിത്തരണമെന്ന് പറഞ്ഞ്. അതും അതേപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് ദിവസം, കൂടുതലും 1 മാസം പോലും എടുത്തില്ല, 2 ആഴ്ച എങ്ങാനും ആയി കാണും. അപ്പോഴത്തേക്കിന് പല കളറിലുള്ള ബാഗുകൾ വന്ന്, എല്ലാം കറുപ്പയിൽ പല ഡിസൈൻ, എല്ലാവർക്കും കറുപ്പ്, പക്ഷെങ്കിൽ സാമ്യമില്ലാത്ത രീതിയിലുള്ള ബാഗുകൾ വന്ന്. അങ്ങനെ ഞങ്ങൾ ബാഗിൽ നിന്നും പിന്നെ അണ്ടാവിൽ നിന്നും അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ജീവിതം. പിന്നാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 7ാം ക്ലാസ്സിൽ ജയിച്ച് പിന്നെ 8ലോട്ടായി കഴിയുമ്പോഴുണ്ടല്ലോ, അത് ഇനി അടുത്ത ഇതായിട്ട് പറയാം. എൻ്റെ ഫോൺ ഇപ്പോൾ ഹീറ്റായി കാണും. ഒത്തിരി നേരം ഇതാകുമ്പോഴുണ്ടല്ലോ ഫോൺ ഹീറ്റായി. അപ്പോൾ അത് അടുത്ത ദിവസം ബാക്കി പറയാം.